ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സൂപ്പർ കോംബോ ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ബട്ടർ നാൻ ടർക്കിഷ് ചിക്കൻ. ഇത് സൂപ്പർ ടേസ്റ്റ്. നമുക്കിത് സൽക്കാരങ്ങളിലോ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ്. നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ നാൻ റെഡിയാക്കാനുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിന് 2 കപ്പളവ് മൈദയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പകരത്തിന് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പം ഇവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പാലിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 to 3 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു മാവ് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നാരങ്ങാനീരൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തത് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ മുഴുവനായി തന്നെ മസാല പറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടുപ്പിൽ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ആ ഒരു ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായി തന്നെ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എപ്പോഴും ചിക്കൻ ഫ്രൈ ആക്കൂലേ, അതേപോലെ തന്നെ ഈ ഒരു ചിക്കനും ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മൈദൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ടൈറ്റായി വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള പാലും കൂടിയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു മൈദ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ടൈറ്റായി വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച ഒരു പാലിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഉപ്പ് ഒരിക്കലും അധികമായി പോവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സോസിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സോസ് ഉണ്ടല്ലോ, ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നേരെ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനുണ്ടല്ലോ ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുത്തപ്പോൾ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. അപ്പോൾ സോസ് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചീസാണ്. അതും ആവശ്യത്തിന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. ഇപ്പോൾ അതൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമ്മൾ ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഒറീഗാനൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റും കൂടിയാണ്, അടിപൊളിയാണ്. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബട്ടർ നാൻ ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മൈദല്ലേ, അത് ഡബിൾ സൈസായി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കണം. നമുക്കിപ്പോൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. സാധാരണ ഞാൻ നീളത്തിലാണല്ലോ ഉണ്ടാവുക, അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനും പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ പരത്തിയെടുക്കാം. പിന്നെയുണ്ടല്ലോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കുറച്ച് വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം തേച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യണ സമയത്ത് ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയാണ് ഞാൻ ചുട്ടെടുക്കുന്നതും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാനൊരു പാന് അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ പരത്തി വെച്ച നാൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മറ്റേ സൈഡും കൂടിയും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ചുട്ടെടുക്കും പോലെ ചുട്ടെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ കാണുന്നില്ല, അത് എടുക്കാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ബട്ടർ നാൻ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അത്രക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇക്കാക്കും മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ, വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അത്രക്കും നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് തന്നെ നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.